ഗുഡ് മോർണിംഗ്. ഈശോ വിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വചനം സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യമാണ്. ഇന്നലെ നാം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെയായിട്ട് നമ്മൾ പഠിച്ചത് ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30, 11 and 14 ഈ രണ്ട് വചനങ്ങളാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 11-ഉം 14-ഉം വചനങ്ങളാണ്. ആ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ഞാൻ ഇന്ന് നൽകുന്ന ഈ വചനം, ഈ കൽപ്പന നിനക്ക് നിൻ്റെ ശക്തിക്ക് അതീതമല്ല, നിനക്ക് അപ്രാപ്യമായതും ദൂരെയൊന്നുമല്ല, തൊട്ടടുത്തുണ്ട്. നിൻ്റെ വചനം നിനക്ക് സമീപസ്ഥമാണെന്നും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുമെന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ഇന്ന് പഠിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യമാണ്. ഈ പറഞ്ഞ വചനമൊക്കെ സത്യമാണെന്നാണ് വചനം പറയുന്നത്. വചനം, കർത്താവിൻ്റെ വചനം സത്യമാണ്. 33-ാം അധ്യായം 4-ാം വാക്യം, സങ്കീർത്തനം 33, 4-ാം വാക്യം, ദ ബുക്ക് ഓഫ് സാംസ് 33:4 പറയുകയാണ്, ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് അപ്റൈറ്റ്, ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് അപ്റൈറ്റ് ആൻഡ് ഹിസ് വർക്ക് ഈസ് ഡൺ ഇൻ ഫെയ്ത്ത്ഫുൾനെസ്, ആൻഡ് ഹിസ് വർക്ക് ഈസ് ഡൺ ഇൻ ഫെയ്ത്ത്ഫുൾനെസ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസനാണ്. നാം ഈ വചനത്തിൽ വിശ്വസിക്കണം. ഞാനും നിങ്ങളുമൊക്കെ വചനത്തിൽ വിശ്വസിച്ചാൽ, വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ, വചനം വായിച്ചാൽ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. വചനം മാംസമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവനിലേക്ക് അത് അലിഞ്ഞു ചേരും. നമ്മുടെ ജീവിതം മാറി മറിയും. നമുക്കൊന്ന് ശ്രമിച്ചൂടെ വചനം വായിക്കാനായിട്ട്? വചനം വായിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ആമേൻ.